നമ്മൾ ഡീറ്റെയിൽഡ് സിലബസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ലെപ്റ്റോമെട്രിസ്റ്റ് ഗ്രേഡ് 2ൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ സ്റ്റഡി പ്ലാൻ വേണം എന്നൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്റ്റഡി പ്ലാൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇന്നിപ്പോൾ ഓഗസ്റ്റ് 6-ാം തീയതിയാണ്. അപ്പോൾ നമ്മുടെ എക്സാം വരുന്നുള്ളത് ഒക്ടോബർ 4-ാം തീയതിയാണ്. നമുക്കൊരു റഫ്ലി ഒരു 50 ഡേയ്സ് നമുക്ക് മുമ്പിലുണ്ടെന്ന് വിചാരിക്കാം. റഫ്ലി 50 ഡേയ്സ് നമുക്കുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 50 ഡേയ്സിനകത്ത് നമ്മുടെ സിലബസ് എങ്ങനെ നമ്മൾ കവർ ചെയ്യും, അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, അത് അതൊന്ന് നമ്മൾ നോക്കാനുണ്ട്. അതിനുശേഷം കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ 50 ദിവസത്തിനുള്ളിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 50-ൽ കൂടുതൽ ദിവസങ്ങൾ നമുക്കുണ്ട്. പക്ഷേ നമ്മളൊരു 50 ദിവസം, ഒരു 45 ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് തയ്യാറാക്കുന്നുള്ളത്. ഒരുപക്ഷെ ആൾക്കാർ ലേറ്റായിട്ടായിരിക്കും വീഡിയോ കാണാനുള്ള സാധ്യത. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കില്ല. അതൊക്കെ കാരണങ്ങൾ മുൻപിലുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു 50 ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് വെക്കുന്നില്ല, ഒരു 45 ദിവസത്തെ സ്റ്റഡി പ്ലാൻ. ഇതിനകത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? എപ്പോഴും പറയുന്ന പോലെ ആദ്യം നിങ്ങൾ റിസോഴ്സസ് കളക്ട് ചെയ്ത് വെക്കുക. റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ബുക്സ്, ഇപ്പോൾ നമ്മുടെ ഓപ്റ്റോമെട്രീൻ്റെ സിലബസ് വരുന്നുള്ള ഏതെങ്കിലും ബുക്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ബുക്സ് കളക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഓപ്റ്റോമെട്രി MCQ ബുക്സ് ഉണ്ട്, അത് കളക്ട് ചെയ്യുക. ഇപ്പോൾ PSCൻ്റേതായിട്ട് ഞാൻ അന്വേഷിച്ചെടുത്ത് എനിക്ക് PSCൻ്റെ ഓപ്റ്റോമെട്രി ബുക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. അറിയുകയാണെങ്കിൽ ഞാൻ ചാനലിലൂടെ തന്നെ പറഞ്ഞിരുന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് PSCൻ്റെ ബുക്ക് ഇതുവരെ റാങ്ക് ഫയൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പിന്നെ ഉള്ളത് നമ്മുടെ മുമ്പിൽ കുറച്ച് യൂട്യൂബ് ചാനൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. നമുക്ക് അതിൽ നിന്നൊക്കെ ഒരുപാട് നോട്ട്സ് കിട്ടും. പിന്നെ എല്ലാവരും ഒപ്റ്റോമെട്രി കഴിഞ്ഞ ആൾക്കാരാണ് ഇതിനകത്തുള്ളത് അല്ലേ, ഒരു 5000-ഓളം ആൾക്കാരാണുള്ളത്. ഒപ്റ്റോമെട്രി ഡിപ്ലോമ ഇൻ ഒപ്റ്റോമെട്രി ആയിരുന്നു ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒപ്റ്റോമെട്രി കഴിഞ്ഞ ആൾക്കാരായിരിക്കും. അപ്പോൾ അവരുടെ അടുത്തൊക്കെ അവർ പഠിച്ച നോട്ട്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് പിന്നെ ഒരുപാട് യൂട്യൂബ് ചാനൽസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ആദ്യം എന്താ ചെയ്യേണ്ടത്, ഈ സിലബസ് ഒന്ന് നമ്മൾ ഓടിച്ച് നോക്കുക. നമ്മൾ സിലബസ് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്സാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ഒപ്റ്റോമെട്രീൻ്റെ തന്നെ യൂട്യൂബ് ചാനൽസ് ഒരുപാട് അവൈലബിൾ ആയിരിക്കും. ഒപ്റ്റോമെട്രീൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ചാനൽസൊക്കെ ഒന്ന് നോക്കി വെക്കുക. എന്നിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സസ് വെറുതെ നോക്കി വെച്ചാൽ പോരാ, അതെന്താണ് ഞാൻ പറഞ്ഞത്, യൂട്യൂബ്. അതിനകത്ത് ഓരോ ക്ലാസ്സസ് നിങ്ങൾ കണ്ടു നോക്കുക. മിനിമം ഒരു ക്ലാസ്സെങ്കിലും നിങ്ങൾക്ക് കാണണം. അങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാവുകയാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക ആ ഒരു വീഡിയോ. അതാകുമ്പോൾ നിങ്ങൾക്ക് ആ ചാനലിനകത്തുള്ള വീഡിയോസ് മനസ്സിലാവുന്നതാണ് അതിനർത്ഥം. അല്ലാണ്ട് മനസ്സിലാവാത്ത വീഡിയോസ്, അതായത് നമുക്ക് ചില ആൾക്കാരുടെ സംസാര രീതിയൊന്നും നമുക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ക്ലാസ് ആണെങ്കിൽ അതിനൊന്ന് സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് ആ ചാനലിലുള്ള ക്ലാസ്സസ് എളുപ്പത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങളിങ്ങനെ യൂട്യൂബിനകത്ത് എത്ര ഒപ്റ്റോമെട്രി ക്ലാസ്സസ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ വെബ്സൈറ്റ്സ് നോക്കുക. നിങ്ങൾക്ക് അറിയുന്ന വെബ്സൈറ്റ്സ് ഉണ്ടെങ്കിൽ അതെടുക്കാം. അല്ലാതെ ബുക്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ അതും എടുക്കാം. പിന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ടോപ്പിക് വൈസ് ആദ്യം നിങ്ങൾ ജനറലായിട്ട് ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക. അതിന് ശേഷം നിങ്ങൾ ടോപ്പിക് വൈസ് അതിനകത്ത് സെർച്ച് ചെയ്യുക. ഓക്കെ, അതിനകത്ത് ടോപ്പിക് വൈസ് സെർച്ച് ചെയ്യും. ഇപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ അനാട്ടമി ഉണ്ട്, ഫിസിയോളജി ഉണ്ട്, വിഷൻ ടെസ്റ്റിംഗ് ഉണ്ട്, മൈക്രോബയോളജി ഉണ്ട്, അതുപോലെ തന്നെ റിഫ്രാക്ഷൻ, റെറ്റിനോസ്കോപ്പി ഉണ്ട്, സ്പെക്ടക്കിൾസ് ഉണ്ട്, ഓപ്റ്റിക്സ് ഉണ്ട്, ഫാർമക്കോളജി ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടോപ്പിക്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, റിസോഴ്സസ് നമ്മൾ റെഡിയാക്കി വെക്കുക. അങ്ങനെ റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ പഠിക്കാനെടുക്കേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ പഠിക്കാനിരുന്നു, അതിനിടയിലാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മൈക്രോബയോളജീൻ്റെ നോട്ട്സ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് സെർച്ച് ചെയ്യാൻ പോകും. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു 1-2 ദിവസം നിങ്ങൾ ഇതിനു വേണ്ടി തന്നെ ഇറങ്ങുക. എന്തിനു വേണ്ടിയിട്ട്, ഈ റിസോഴ്സസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പരമാവധി കാര്യങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. പണ്ടത്തെ ബുക്സൊക്കെ തപ്പിപ്പറക്കി എടുക്കുക. പിന്നെ യൂട്യൂബ് ഞാൻ പറഞ്ഞു, വെബ്സൈറ്റ്സ് കണ്ടുപിടിക്കുക, ബുക്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നോക്കുക. ഒപ്റ്റോമെട്രി MCQs എവിടെ നിന്നൊക്കെ കിട്ടും അതൊക്കെ കളക്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്തതിന് ശേഷം പഠിക്കാനിറങ്ങുക. അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആദ്യം വരുന്നത് ഒപ്റ്റോമെട്രിയാണ്. അപ്പോൾ 10 മാർക്കിൻ്റെ മൊഡ്യൂളുണ്ട്. അതുപോലെ തന്നെ 10 മാർക്കിൽ കുറവായിട്ടുള്ള 6 മാർക്സിൻ്റെ മൊഡ്യൂളുണ്ട്. അതുപോലെ തന്നെ അതിലും കുറവായിട്ടുള്ള അതിൽ കുറച്ച് കൂടുതലായിട്ടുള്ള 7 മാർക്കുണ്ട്, 9 മാർക്കുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് മാർക്കുള്ള മൊഡ്യൂൾസാണ് നമുക്കുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഈ 10 മാർക്കിൻ്റെ അനാട്ടമി ഓഫ് ദ ഐബോളൊക്കെ നമുക്ക് പഠിക്കാൻ മാക്സിമം എത്ര ദിവസം വേണം? 4 ദിവസത്തിൽ നമുക്കിത് ഫിനിഷ് ചെയ്തുകൂടെ? അനാട്ടമി ഓഫ് ദ ഐബോളൊക്കെ നമുക്ക് 4 ദിവസത്തിൽ ഫിനിഷ് ചെയ്തുകൂടെ? ഇത് എൻ്റെ ഒരു കണക്കാണ്.
നിങ്ങൾ നോക്കിയിട്ട് എനിക്ക് 4 ദിവസം വേണ്ട, 2 ദിവസത്തിൽ തന്നെ ഇത് ഫിനിഷ് ചെയ്യാമെന്നാണെങ്കിൽ നിങ്ങൾ 2 ദിവസം മാർക്ക് ചെയ്തോളൂ. ഓരോ മൊഡ്യൂളായിട്ട് എടുക്കുക. അനാട്ടമി ഓഫ് ദ ഐബോൾ എന്നിട്ട് നോക്കുക ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇതിനകത്ത് വരുന്നുള്ളത്, ഇതിൻ്റെ റിസോഴ്സസ് ഒക്കെ അവൈലബിൾ ആണോ, എത്ര ദിവസത്തിനുള്ളിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങളൊരു 4, 3, 2 അതിന് വെക്കുന്നു. പിന്നെ മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ 2 ടോപ്പിക്ക് മാത്രമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. 10 മാർക്കുണ്ട്, അതായത് ഒരുപാട് പഠിക്കാനുണ്ട് എന്നാണ് അവിടെ അർത്ഥം വരിക. അപ്പോൾ ചിലവർക്ക് മൈക്രോബയോളജി കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും, ചിലവർക്ക് മൈക്രോബയോളജി ഈസി ആയിരിക്കും. പൊതുവേ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് കാണാറുള്ളത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഡിസീസാണെന്ന് പോലും ഇവിടെ പറഞ്ഞിട്ടില്ല. ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഡിസീസ്, വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസ്, ഫംഗൈ കോസ് ചെയ്യുന്ന ഡിസീസ് എന്ന് പറഞ്ഞ് ജനറലായിട്ട് കൊടുത്തിരിക്കുകയാണുള്ളത്. അപ്പോൾ അതിനും ഒരു 4 ഡേയ്സ് അല്ലെങ്കിൽ 5 ഡേയ്സ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതങ്ങനെ അലോട്ട് ചെയ്യാം. നെക്സ്റ്റ് ഫിസിയോളജി ഓഫ് വിഷനിലോട്ട് വരിക. അത് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവിടെയും നമുക്ക് വേണമെങ്കിൽ ഒരു 5 ഡേയ്സ് കൊടുക്കാം. വിഷൻ ടെസ്റ്റിങ്ങിന് എത്ര വേണ്ടി വരും? 3 ഡേയ്സ് അല്ലേ. 3 ഡേയ്സ് തന്നെ ആവശ്യമില്ലാത്തവരുണ്ടെങ്കിൽ കുറക്കുക കേട്ടോ. അപ്പോൾ 3 ഡേയ്സ് കൊടുക്കുന്നു. റിഫ്രാക്ഷൻ റെറ്റിനോസ്കോപ്പിക്ക് നമുക്ക് 3 ദിവസം മതി. പിന്നെ ഒപ്റ്റിക്കൽ സിസ്റ്റം അതിനൊരു 4 ദിവസം കൊടുക്കാം. ഇവിടെ മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് 4 ദിവസം കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ സ്പെക്ടക്കിൾസ് ആൻഡ് ഇൻട്രാ ഒക്കുലാർ ലെൻസസിന് നമുക്ക് വീണ്ടും ഒരു 4 ദിവസം കൊടുക്കാം. ഒഫ്താൽമിക് എക്യുപ്മെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സിന് നമുക്ക് വേണമെങ്കിൽ ഒരു 4 ഡേയ്സ് അല്ലെങ്കിൽ 3 ഡേയ്സിൽ കൊടുക്കാം. ലോ ഓഫ് ഒപ്റ്റിക്സ് ഇവിടെ നമുക്ക് 3 ദിവസം പോരെ. ഫിസിക്സ് ഓഫ് ഒപ്റ്റിക്സ് അതിനകത്ത് നമുക്ക് 3 ദിവസം മതി. പിന്നെ ഒക്കുലാർ ഫാർമക്കോളജി വരുന്നുണ്ട്, അത് 10 മാർക്കിൻ്റെ ഒരു മൊഡ്യൂളാണ്. ഇവിടെ ചിലവർക്ക് 5 ഡേയ്സ് ഒക്കെ ആവശ്യം വരും, ചിലവർക്ക് 4 ആയിരിക്കും, ചിലവർക്ക് 3 ആയിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾ മാറ്റുക. കോമൺ ഡിസീസിന് നമ്മളൊരു 5 ദിവസം വെക്കുകയാണ്. പിന്നെ ഗ്ലോക്കോമ നമുക്കൊരു 3 ദിവസത്തിൽ തീർക്കാമെന്ന് വിചാരിക്കുക. കമ്മ്യൂണിറ്റി ഓഫ്താൽമോളജി ഇതിന് നമ്മൾ വീണ്ടും ഒരു 5 ദിവസം എടുക്കുകയാണ്. ഇത് മൊത്തത്തിന് കേട്ടോ. അല്ല അതിൽ കൂടുതൽ ആവശ്യമാണെങ്കിൽ അതിൽ കൂടുതൽ എടുക്കാം. നമുക്കിപ്പോൾ നോക്കാം. ഇപ്പോൾ നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്ന ഇത് വെച്ചിട്ട് ഇപ്പോൾ നമുക്കിതൊരു 8 ഡേയ്സിലെടുക്കാം. ഓക്കെ, 8 ഡേയ്സ് 7 ഡേയ്സ് എടുക്കാം. ഒരു വീക്ക് മൊത്തം കംപ്ലീറ്റ് 7 ഡേയ്സ് എടുത്തിട്ട് നമുക്കിത് ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്ര ദിവസമായി? 7, 3, 10, 15, 20, 27, 31, 35, 38, 41, 46, 50, 54 ദിവസം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്ലാനിൽ എത്രയാണ്? 54 ദിവസം വന്നിട്ടുണ്ട്. നമ്മൾ എത്രയാണ് പറഞ്ഞാൽ 50 ദിവസത്തിന് പ്ലാൻ റെഡിയാക്കുന്നതാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അതിനകത്ത് ഇപ്പം ഞാൻ മാക്സിമം ഡേയ്സാണ് ഇട്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഫിസിയോളജി ഓഫ് വിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലൊന്നും 5 ദിവസത്തിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ അവിടെയൊക്കെ കട്ട് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്യുക. മിനിമം 3 ദിവസം എന്തായാലും ഒരു മൊഡ്യൂളിന് കൊടുക്കണം കേട്ടോ. മിനിമം 3 ദിവസം ഒരു മൊഡ്യൂളിന് കൊടുത്തിട്ട് പിന്നെ അതിൽ കൂടുതൽ ആവശ്യമാണെന്ന് തോന്നുന്നതിന് നിങ്ങൾ 4-5 ദിവസം കൊടുക്കുക. പിന്നെ ലാസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി കാര്യങ്ങളില്ലേ, ക്യാമ്പും കാര്യങ്ങളൊക്കെ, അതിനൊക്കെ വേണമെങ്കിൽ അതായത് കുറച്ച് നമുക്ക് അതിൻ്റെ നോട്ട്സൊക്കെ കുറച്ച് പണിയായിരിക്കും കിട്ടാൻ. അതിന് വേണം നിങ്ങളൊരു 1 വീക്ക് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ 3 ദിവസത്തിൽ കൂടുതൽ ആവശ്യമുള്ളതിന് മാത്രം 3 ദിവസത്തിൽ കൂടുതൽ കൊടുത്താൽ മതി കേട്ടോ. മിനിമം 3 ഡേയ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളിപ്പോൾ 3 ദിവസം കൊടുത്തു. 3 ദിവസത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചില ടോപ്പിക്സ് പെട്ടെന്ന് തന്നെ തീരാണ്. 2 ദിവസത്തിലൊക്കെ തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് ഡേ ആ പർട്ടിക്കുലർ ടോപ്പിക്കിനകത്ത് വരുന്നുള്ള MCQs പ്രാക്ടീസ് ചെയ്യുക. എന്താണ്? ആ പർട്ടിക്കുലർ ടോപ്പിക്കിനകത്തുള്ള MCQs പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഓരോ മൊഡ്യൂളിനും ഇത്രയും ദിവസങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ദിവസങ്ങളിൽ നമ്മൾ MCQs നോക്കിക്കഴിഞ്ഞ് ചില മൊഡ്യൂൾസൊക്കെ കുറച്ച് ഈസി അല്ലേ. നമ്മുടെ ഇപ്പോൾ ഫിസിക്സ് ഓഫ് ഒപ്റ്റിക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫിസിക്സ് ഓഫ് ഒപ്റ്റിക്സ് അതൊക്കെ നമുക്ക് 2 ദിവസത്തിലും 1 ദിവസത്തിലൊക്കെ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അവിടെ ഞാൻ മാക്സിമം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മനസ്സിലായല്ലോ. ആദ്യം നിങ്ങൾ റിസോഴ്സ് കളക്ട് ചെയ്യുക. പിന്നെ ഓരോ മൊഡ്യൂളിനും മിനിമം 3 ഡേയ്സ് വെച്ചിട്ട് നിങ്ങളുടെ ക്യാപ്പബിലിറ്റി വെച്ചിട്ട് ഓരോരാൾക്കും ഓരോ മൊഡ്യൂളായിരിക്കും ഈസി ആയിട്ടുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നിങ്ങൾ മാറ്റം വരുത്തുക. 3-നെ 2 ആക്കാം, 3-നെ 4 ആക്കാം. അങ്ങനെയൊക്കെ മാറ്റം വരുത്തിയിട്ട് ടോട്ടൽ എത്ര ഡേയ്സ് ഉണ്ട് അതിലേക്ക് കൊണ്ടുവരിക. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ നമ്മളിപ്പോൾ പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ടോപ്പിക്കിനകത്തുള്ള MCQs നിങ്ങൾ കണ്ടുപിടിക്കുക. ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്, അതിനകത്തൊക്കെ നിങ്ങൾ ജസ്റ്റ് MCQs ഓൺ ഒക്യുലാർ ഫാർമക്കോളജി എന്ന് അടിച്ചാൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. അത് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ സമയം കിട്ടുമ്പോൾ എന്ത് ചെയ്യുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഒന്ന് നോക്കുക കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് കിട്ടും, അതല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ പറയാണ്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒപ്റ്റോമെട്രി MCQs വീക്കിലി ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ചില ക്ലാസ്സസ് കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ അവൈലബിൾ ആക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.